തിരുവനന്തപുരം നെടുമങ്ങാട് ITI ഒന്നാം വർഷ വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഈ കേസിൽ പ്രതിശ്രുത വരനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. നെടുമങ്ങാട് സ്വദേശി സന്ദീപാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെയാണ് വഞ്ചുവം സ്വദേശിനി നമിതയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, ഈ ITI ഒന്നാം വർഷ വിദ്യാർത്ഥിനി നമിതയുടെ ആത്മഹത്യക്ക് പിന്നാലെ പ്രതിശ്രുത വരനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ. ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ്, ഇയാളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ഇതൊരു ആത്മഹത്യാക്കുറിപ്പ് അവിടെ നിന്നും കണ്ടെത്തിയിരുന്നോ? ഇന്നലെ വൈകിട്ട് ഉച്ചയോടുകൂടിയായിരുന്നു ഈ പറയുന്ന നമിത എന്ന IT വിദ്യാർത്ഥി, 19-കാരിയായ നമിത എന്ന IT വിദ്യാർത്ഥിയെ വീട്ടിലെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുമായി സന്ദീപ് എന്ന നെടുമങ്ങാട് സ്വദേശിയായ സന്ദീപുമായി വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരുന്നു. 2 വർഷത്തെ പ്രണയത്തിന് ഒടുവിലായിരുന്നു ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നലെ രാവിലെ സന്ദീപ് നമിതയെ കാണുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം ഈ നമിതയെ ഫോണിൽ വിളിക്കുമ്പോൾ, സന്ദീപ് ഫോണിൽ വിളിക്കുമ്പോൾ പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് വീണ്ടും തിരിച്ചു വന്ന് വീട്ടിൽ നോക്കുമ്പോൾ വീട്ടിലെ ഈ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് സന്ദീപ് പോലീസിന് നൽകിയ മൊഴി. എന്തായാലും സന്ദീപും സമീപവാസികളും ചേർന്നായിരുന്നു ഈ നമിതയെ നെടുമങ്ങാട് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ മറ്റൊരാളുടെ ഫോൺ നമ്പർ ഇതിൽ കണ്ടതിൽ ചൊല്ലിയുള്ള തർക്കമാണ് ഇവർ കഴിഞ്ഞത്. എന്തായാലും സന്ദീപിനെ ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ടോം, അരുൺ മോഹൻ, അങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതായി കുടുംബാംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നോ? ആത്മഹത്യാക്കുറിപ്പിൽ ഈ പ്രതിശ്രുത വരൻ സന്ദീപിനെ കുറിച്ച് കൃത്യമായ തന്നെ പരാമർശമുണ്ടോ? ഈ വിഷയങ്ങൾ ഇരുവരും തമ്മിലുള്ള ആ ബന്ധത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പരാമർശമുണ്ടോ? ഈ പെൺകുട്ടിയുടെ അമ്മ, ഈ സമയത്ത് പെൺകുട്ടിയുടെ അമ്മ സമീപത്തെ കോഴി ഫാമിലായിരുന്നു ജീവനക്കാരിയാണ്. വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധമോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയോ ഒന്നും വീട്ടുകാർക്ക് അറിയില്ല എന്നാണ് വീട്ടുകാരിൽ നിന്ന് മൊഴി ലഭിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവർ പ്രതികരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഈ കുട്ടിയുടെ വീട്ടുകാർ എന്നാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും പോലീസ് പരിശോധിക്കുന്നത് സന്ദീപും ഈ പെൺകുട്ടിയും തമ്മിലുണ്ടായ വാക്ക് തർക്കം അത് തന്നെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു മാനസികമായുള്ള ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളി നീക്കിയതെന്നാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തിയിരിക്കുന്നത്. ആത്മഹത്യ തന്നെയാണ് എന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് നെടുമങ്ങാട് പോലീസ് അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും സന്ദീപിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാവും കഴിയൂ എന്നാണ് നെടുമങ്ങാട് പോലീസ് വ്യക്തമാക്കുന്നത്. ടോം.